ശിവരാത്രി ദിനത്തിൽ മഹാകുംഭമേളയിലെ മഹാസ്നാന മുഹൂർത്തത്തിൽ തന്നെ ഗംഗാതീർത്ഥ സ്നാനത്തിൽ അനുഗ്രഹീതരായി കൊല്ലം ആലപ്പാട് ഗ്രാമം. പ്രയാഗ്രാജിൽ നിന്നും പ്രത്യേകം എത്തിച്ച ഗംഗാജലത്തിലാണ് ഭക്തർ സ്നാനപുണ്യം നുകർന്നത്. കാശി അപ്പൂപ്പൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ചെറിയഴീക്കൽ ഇതിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയത്. കാലങ്ങൾക്ക് മുമ്പ് ആലപ്പാട് ഗ്രാമത്തിൽ ശിവഭക്തനായ ഒരു മത്സ്യത്തൊഴിലാളി ഉണ്ടായിരുന്നു. 172 വർഷങ്ങൾക്ക് മുമ്പ് കാശിയിൽ തീർത്ഥാടനത്തിനായി പോയ അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്യവേ നദിയിൽ നിന്നും ഒരു ശിവലിംഗം ലഭിച്ചു. കാൽനടയായി നാട്ടിൽ തിരികെ എത്തി അദ്ദേഹം ആ ശിവലിംഗം ചെറിയഴീക്കലിലെ കടലോരത്തായി പ്രതിഷ്ഠിച്ചു. ഇന്നത്തെ ചെറിയഴീക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ആ മഹാവര്യനെ നാട്ടുകാർ ഭക്തിയാദരപൂർവ്വം കാശിയപ്പൂപ്പൻ എന്ന് വിളിച്ചു. 1881 മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ അദ്ദേഹം പിന്നെ തിരികെ എത്തിയില്ല. കാശിയപ്പൂപ്പന്റെ പെരുമയും കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പ്രശസ്തിയും ഉയർത്തിപ്പിടിക്കാനാണ് കാശിയപ്പൂപ്പൻ ട്രസ്റ്റിന് ഇന്നാട്ടുകാർ രൂപം നൽകിയത്. കാശിയപ്പൂപ്പൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഭക്തർക്ക് ഗംഗാസ്നാനത്തിനായി സൗകര്യമൊരുക്കിയത്. ഞങ്ങൾ സാധാരണക്കാർക്ക് ഞങ്ങൾക്ക് പ്രയാഗ്രാജിൽ പോയി കർമ്മം ചെയ്യാനൊന്നും അവസരമില്ല. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നടക്കുന്ന ഈ ചടങ്ങിൽ ഞങ്ങളുടെ ചില ആൾക്കാർ, ഞങ്ങളുടെ അഭ്യുതകാംക്ഷികൾ പോവുകയും താന്ത്രിക വിധി പ്രകാരം അവിടെ നിന്ന് ആവാഹിച്ചെടുത്ത ഗംഗാജലം ഇവിടെ കൊണ്ടുവരികയും ഇവിടെ ഈ കുംഭമേളയുടെ അവസാന ദിവസമായ 147 വർഷങ്ങൾക്ക് ശേഷമുള്ള അവസാന ദിവസമായ മഹാശിവരാത്രിയിൽ ഈ 5 മണിക്കും 5:10 6 മണിക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് സ്നാനം അവിടെ അവസാനിക്കുന്നത്. അതേസമയം നമ്മളിവിടെ ഈ പൂയിച്ച ഗംഗാജലവുമായി ഈ സമുദ്രത്തിൽ നിമജ്ജനം ചെയ്ത് എല്ലാവരും ഈ ശിവപാദരായിട്ടുള്ള എല്ലാവരും ഭക്തരും സ്നാനം ചെയ്ത് ഞങ്ങൾ ആ ആത്മാവിനോട് കൂറ് പുലർത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രയാഗ്രാജിൽ നിന്നും ചെറിയഴീക്കലിൽ എത്തിച്ച ഗംഗാജലം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ 8 ദിവസം പ്രത്യേക പൂജ നടത്തിയ ശേഷമാണ് കടലിൽ നിമജ്ജനം ചെയ്തത്. ശിവരാത്രി തലേന്ന് ഈ ഗംഗാജലം യശശരീരനായ കരുണാകരൻ സ്വാമിയുടെ വീട്ടിലെത്തിച്ച ശേഷം ശിവരാത്രി നാളിൽ പുലർച്ചെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് ആലിങ്കടവ് പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രതീരത്ത് എത്തിച്ചത്. തുടർന്ന് അറബിക്കടലിൽ നിമജ്ജനം ചെയ്യുകയായിരുന്നു. ശിവമന്ത്രജപങ്ങളോടെ ഭക്തർ കടലിൽ മഹാസ്നാനം ചെയ്തു. മാതാ അമൃതാനന്ദമയി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠരായ സ്വാമി വേദാമൃതാനന്ദപുരി, സ്വാമി യോഗാമൃതാനന്ദപുരി, ശിവഗിരി മഠത്തിലെ സ്വാമി വിശ്വേശ്വരാനന്ദ തുടങ്ങിയവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഹൈക്കോടതി ജഡ്ജി ജെ വിജയകുമാർ, മഞ്ചേരി പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് കെ സനിൽകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികൾക്കും പ്രദേശവാസികൾക്കുമൊപ്പം മാതാ അമൃതാനന്ദമയി മഠത്തിലെ അന്തേവാസികളും ചടങ്ങിൽ പങ്കാളികളായി. അമൃത ന്യൂസ്, കൊല്ലം.